ഡ്രിങ്ക് കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണല്ലേ. അതുപോലത്തെ 6 വെറൈറ്റി റീഫ്രഷിംഗ് ഡ്രിങ്കാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോണത്. മസാല ലെമൺ ഡ്രിങ്കാണ് ഫസ്റ്റ് നമ്മൾ റെഡിയാക്കാൻ പോണത്. 1 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിക്കാം, കുറച്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ ചാറ്റ് മസാല, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ആവശ്യത്തിന് പഞ്ചസാര. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഫസ്റ്റ്. ഇനി നമുക്കിതിലേക്ക് ഐസ് ക്യൂബ് ചേർക്കാം, ലെമൺ സ്ലൈസ് വെച്ച് കൊടുക്കാം, 2 പുതിന ഇല ഇടാം. ഇനി നമ്മൾ ചേർക്കുന്നത് സോഡയാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഫസ്റ്റ് ഡ്രിങ്ക് റെഡിയായി, അടുത്ത റെഡിയാക്കാം. അടുത്ത ഡ്രിങ്ക് സ്പൈസി ലെമൺ ഡ്രിങ്കാണ് നമ്മൾ റെഡിയാക്കാൻ പോണത്. അതിനുവേണ്ടി ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നടുവേ ഒന്ന് കീറി കൊടുക്കാം. കീറിയ പച്ചമുളക് വെച്ച് കൊടുക്കാം, 1 നാരങ്ങയുടെ സ്ലൈസ്, കുറച്ച് നാരങ്ങ നീര്, 1 നുള്ളു ഉപ്പ്, കുറച്ച് സോഡ ചേർക്കാം ഫസ്റ്റ്. ഇതിലേക്ക് ആവശ്യത്തിന് മധുരം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഐസ് ക്യൂബ് ചേർക്കാം. ഇനി ഇതിലേക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം. സ്പൈസി ലെമൺ ഡ്രിങ്ക് റെഡിയായി. നമുക്ക് അടുത്ത റെഡിയാക്കാം. ഇനി നമ്മൾ റെഡിയാക്കാൻ പോണത് ജിഞ്ചർ ലെമൺ ഡ്രിങ്ക് ആണ്. അതിന് വേണ്ടി ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം, 1 നുള്ളു ഉപ്പ്, ആവശ്യത്തിന് മധുരം, കുറച്ച് വെള്ളം ചേർക്കാം. ഇത് നല്ലോണം അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്ത് ഇഞ്ചി നീര് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് നാരങ്ങ നീര് ചേർക്കാം, കുറച്ച് സബ്ജ ചേർക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി സോഡ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഐസ് ക്യൂബ് ഇടാം. ഇപ്പം നമ്മുടെ ജിഞ്ചർ ലെമൺ ഡ്രിങ്ക് റെഡിയായി. അടുത്ത റെഡിയാക്കാം. ഇനി നമുക്ക് തണ്ണിമത്തൻ ഡ്രിങ്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി തണ്ണിമത്തൻ ചെറിയ പീസായിട്ട് മുറിച്ചത് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കാം. ഇത് നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. തണ്ണിമത്തൻ്റെ ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കാം. ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട്. മധുരം ചേർക്കാം, സബ്ജ ചേർക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാര നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടൂട്ടാ. ഞാൻ പറയാൻ വിട്ടുപോയി. ഐസ് ക്യൂബ് ചേർക്കാം. ഇനി സോഡ ഒഴിക്കാം. ഇത്രയല്ലോ കേട്ടോ തണ്ണിമത്തൻ ലെമൺ ഡ്രിങ്ക്. ഇനി നമുക്ക് അടുത്ത് റെഡിയാക്കാം. അടുത്തത് നമ്മൾ പൈനാപ്പിൾ ലെമൺ ഡ്രിങ്കാണ് റെഡിയാക്കാൻ പോണേ. പൈനാപ്പിളിന് പകരം ഞാൻ പൈനാപ്പിൾ എസൻസ് ആണ് എടുത്തേക്കണേ. നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ ജ്യൂസ് എടുത്തോളൂ. ഇത് 1 ടീസ്പൂൺ ചേർക്കാം, 1 നുള്ളു ഉപ്പ്, നാരങ്ങ നീര്, സബ്ജ ചേർക്കുന്നുണ്ട്, ആവശ്യത്തിന് മധുരം, സോഡ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഐസ് ക്യൂബ് ചേർക്കാം. ഇനി സോഡ ചേർത്ത് കൊടുക്കാം. ഇത്രയല്ലോ കേട്ടോ നമ്മുടെ പൈനാപ്പിൾ ലെമൺ ഡ്രിങ്ക്. ഇനി നമുക്ക് അടുത്ത് റെഡിയാക്കാം. അടുത്ത നമ്മൾ കുക്കുംബർ ലെമൺ ഡ്രിങ്കാണ് റെഡിയാക്കണേ. അതിനൊരു പീസ് കുക്കുംബർ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് മുറിച്ച് കൊടുക്കാം. കുക്കുംബറൊക്കെ മുറിച്ചെടുത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുറിക്കാം. ഇതെല്ലാം ഒരു ജാറിലേക്ക് ചേർക്കാം. പുതിനയുടെ 2 ഇല ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. കുക്കുംബറിൻ്റെ ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത കുക്കുംബർ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് മധുരം ചേർക്കാം, നാരങ്ങ നീര് ചേർക്കാം, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കാം, കുറച്ച് സബ്ജ ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഐസ് ക്യൂബ് ചേർക്കാം, സോഡ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ 6ാമത്തെ ഡ്രിങ്ക് റെഡിയായി. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ സമ്മറിൽ എല്ലാവരും ഇതുപോലെ റീഫ്രഷിംഗ് ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കണം. കുടിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.